എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും വ്യൂസ് കുറവാണെന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ 100 വ്യൂസ് പോലും കിട്ടണില്ല കേട്ടോ. ഷോർട്ട് വീഡിയോ മാത്രം ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇന്നും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ചെടികളെക്കുറിച്ച് തന്നെയാണ് പറയണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അഡീനിയം ചെടികളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൂണിങ് ചെയ്യണതിനെ പറ്റി. എൻ്റെ അഡീനിയം ഇത് സാധാരണ ഒരു അഡീനിയമാണ് കേട്ടോ. ഇതിലെപ്പോഴും പൂക്കളുണ്ടാവും. ഇതാ പിന്നെയും മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും, എപ്പോഴും പൂക്കൾ. പിന്നെ എപ്പോഴും ഇതിൽ വിത്തുകളും ഉണ്ടാവും കേട്ടോ. ഇതാ പിന്നെയും വിത്ത്, വീണ്ടും വിത്ത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എപ്പോഴും ഇതിൽ വിത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിത്തിൽ നിന്നും ഞാൻ തൈകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രൂണിങ് ചെയ്യുമ്പോൾ മുറിച്ചെടുത്ത് അത് വെച്ചിട്ടും തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ തണ്ട് മുറിച്ചെടുത്ത് വെച്ചതാണ്. അതിൽ നിന്നുണ്ടായ തൈയാണ് കേട്ടോ. അത് മുളപ്പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മൊട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചുണ്ടായതാണ്. ഇവ പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കാണ്. കണ്ടോ, നിറയെ പൂക്കളുണ്ട്. പ്രൂണിങ് ചെയ്ത് കണ്ടോ നിർത്തിയതാണിത്. ഇനി ഇത് കുറ്റിച്ചെടി പോലെ വളർന്നോളും. ഇതെല്ലാം ഞാൻ പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇത് വൈറ്റ് കളറാണ്. നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. സിംഗിൾ പെറ്റലല്ല, നിറയെ കട്ടായിട്ടുള്ള പൂവാണ് കേട്ടോ. ഇതും ഞാൻ പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇത് മുട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രൂണിങ് ചെയ്ത് വെച്ചതാണ്. ഇതിനകത്ത് ഒരുതരം പുഴു വരും കേട്ടോ. അത് ഒരു ബട്ടർഫ്ലൈ ആണ്. ഇതിൻ്റെ ഇലകൾ തിന്നാണ് ജീവിക്കുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്ന് വളർന്ന് വലുതായി ബട്ടർഫ്ലൈ ആയിട്ട് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു എന്താ പറയുക, കൊമ്പ് പോലെയൊക്കെ ആയിട്ടൊരു ചെറിയ പുഴു ഇതിൽ വരും. അത് കുറച്ച് വലുതായിട്ട് പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇലകളൊക്കെ വന്ന് ഇങ്ങനെ കടിച്ച് കളയും കേട്ടോ. ഇടയ്ക്കല്ല, എന്നും നമ്മൾ ഈ ചെടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതാണ് ഏറ്റവും വലിയൊരു സുന്ദരി. കണ്ടോ എത്ര പൂക്കളാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പ്രൂണിങ് ചെയ്യുള്ളൂ കേട്ടോ. പ്രൂണിങ് ചെയ്തിട്ട് അതിൽ നിന്ന് നന്നായിട്ട് വളർന്നു വന്നതാണിത്. പക്ഷേ ഇത് മുറിക്കാൻ തോന്നിയില്ല, അത്രയ്ക്കും മൊട്ടായിരുന്നു ഇതിൽ. ഇത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. ഞാൻ ഈ അടീനിയത്തിന് ചാണകപ്പൊടി, DAP ഇട്ട് കൊടുക്കും, ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അടീനിയത്തിന് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. പിന്നെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. പക്ഷേ മഴ കൊള്ളാൻ പാടില്ല, ചീഞ്ഞ് പോകും. ഇതിപ്പോൾ ഞാൻ കിഴക്ക് വശത്താണ് വെച്ചേക്കണത്. അവിടെ നിന്ന് കിഴക്ക് വശത്തുള്ള നല്ല വെയിൽ എപ്പോഴും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. വീടിനോട് ചേർത്താണ്, ഭിത്തിയോട് ചേർത്താണ് വെച്ചേക്കണത്. അപ്പോൾ മഴ കൊള്ളില്ല. അങ്ങനെ വേണം നമ്മൾ അടീനിയം നടാനായിട്ട് കേട്ടോ. അധികം വെള്ളം പാടില്ല. കാരണം മരുഭൂമിയിലെ റോസ് എന്ന് അറിയപ്പെടുന്ന ചെടിയാണല്ലോ. അപ്പോൾ അതിനധികം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇതിലൊക്കെ മുട്ടുകൾ വരുന്നു എനിക്ക് വിചാരിക്കണം. ഇത് ഞാൻ പ്രൂണിങ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ചെയ്യണം. കണ്ടോ, നേരത്തെ ചെയ്തിട്ട് അത് പിന്നെയും പൊക്കം വെച്ച് വന്നേക്കാണ്. പിന്നെ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ എന്തൊരു കളറാണല്ലേ, കരളിൻ്റെ കളറ് എന്ന് പറയും. ഇതിലും വേറെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ അടീനിയം കളക്ഷൻസ്. ഇതിൽ ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രൂണിങ് ചെയ്തുകൊണ്ടാണ് ഇതിൽ പൂവില്ലാതെ നിറച്ച് പൂവുണ്ടായിരുന്നു. ഇനി വീണ്ടും പൂ വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. 2-3 ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നല്ല വെയിൽ വേണം. വെയിലില്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. ചിലർ കാണാൻ അടീനിയം ചീത്തയായി പോകുന്ന വെച്ചാൽ തണലത്ത് കൊണ്ട് വെക്കുന്നത്. പ്രൂണിങ് ചെയ്യുമ്പോൾ മാത്രം 2 ദിവസം തണലത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ സാഫ് ഉപയോഗിക്കണം. ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇതുപോലെ സാഫ് തേച്ച് കൊടുക്കണം. ഫംഗിസൈഡാണ്, അല്ലെങ്കിൽ ചെടി ആവശ്യം വെച്ച് ചീഞ്ഞ് പോകും കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. എല്ലാവരും അടീനിയം നട്ട് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. ഇപ്പോൾ അടീനിയത്തിന് വലിയ വിലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചില സമയത്ത് നല്ല വിലയായിരുന്നു. ഇപ്പോൾ കോംബോ ഓഫറിലൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. ചിലപ്പോൾ ഇതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് വെച്ചാൽ പിടിക്കും കേട്ടോ. സാധാരണയുടെ പെട്ടെന്ന് പിടിക്കും. ഇതിൻ്റെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ചിലപ്പോഴൊക്കെ പിടിക്കാറുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.